IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഇന്നലെ നടപ്പിലാക്കിയപ്പോൾ അത് മന്ത്രിമാരെ അറിയിച്ചില്ലെന്നൊരു ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നു. അതിൽ എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത് ആശയം പറയേണ്ട ആവശ്യമില്ല. എബോളയെ കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ ഈ രോഗത്തും ഇതുവരെയായിട്ട് ഇന്ത്യയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വിദേശത്ത് വരുന്ന യാത്രക്കാർ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 4 എയർപോർട്ടുകൾ ഉള്ളതിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിദേശത്ത് നിന്ന് എത്തുന്ന യാത്രക്കാർ ആർക്കെങ്കിലും തുടർച്ചയായിട്ടുള്ള ചുമ, പനി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ DMOമാരെ അറിയിച്ചുകൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ രോഗത്തിന് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ സാധാരണ ഒരു ചുമയും ഒക്കെ ആയിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുക. ചിലപ്പോൾ പനിയുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് 4-ാം ദിവസം മുതൽക്കാണ് ഇതിൻ്റെ വ്യാപ്തി കൂടുക. 12-ാം ദിവസം മരണം. അതാണ് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ഈ വയറിളക്കം, രക്തം കലർന്നിട്ടുള്ള മലം പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ തുറമുഖങ്ങളിലും എയർപോർട്ടുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരെ കൂടുതൽ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കും. അതുപോലെ തന്നെ ദീർഘമായ സാമൂഹിക രാഷ്ട്രീയ ജീവിതാനുഭവം കൊണ്ട് സമ്പന്നമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പൊതുജീവിതം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രി എന്ന അനുഭവ പശ്ചാത്തലവും അങ്ങേക്കുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്ന അനുഭവങ്ങളുമുണ്ട്. അങ്ങനെ നോക്കിയാൽ